നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് എൻ്റെ ഒപ്പം രണ്ട് സുഹൃത്തുക്കളുണ്ട്. ഇവര് രണ്ടാളും വാർത്ത വായിക്കാനായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പൊ ഈ ഒരു അവസരത്തില് ഭീമർ ഈ ഒരു അവസരത്തിൽ കുറച്ച് രാഷ്ട്രീയം പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. കടലിൽ പോയി 3 മത്സ്യത്തൊഴിലാളികളെ കാണുന്നില്ല. അതോടൊപ്പം തന്നെ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒട്ടനവധി ദിവസങ്ങൾക്ക് ശേഷം വിദ്വേഷ പ്രസംഗം, അതല്ലെങ്കിൽ അക്രമത്തിന് ആഹ്വാനം കൊടുത്തു, ബലാത്സംഗത്തിന് ആഹ്വാനം കൊടുത്തിരിക്കുന്നു. അപ്പൊ അതിന്റെ പേരില് നമുക്കിന്ന് അറിയാൻ സാധിക്കുന്നത് ഇദ്ദേഹം നമ്മളുടെ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ഇതിന്റെ ചരിത്രത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പ്രമുഖര് ഇന്ത്യയിലും സ്വതവേ കേരളത്തിലും അതുമല്ലെങ്കിൽ പൊതുവായിട്ട് ഇന്ത്യയിലും ഒരിക്കലും അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമായിട്ട് ജനങ്ങളെ കാണിച്ച് പറ്റിക്കുക എന്ന ലക്ഷ്യമല്ലാതെ അവര് ഒരിക്കലും അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങള്, മുമ്പ് AK ആന്റണി മന്ത്രിസഭ അധികാരത്തിലിരുന്ന വേളയില് R ബാലകൃഷ്ണ പിള്ളയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാതെ ഒരു പേരിന് വേണ്ടി മാത്രം അറസ്റ്റ് ചെയ്ത് ലോൽപതിയിൽ ഈ ജയിൽവാസം നടത്തി. അദ്ദേഹത്തിന്റെ ജയിൽ മുറിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് റിസോർട്ടിലായിരുന്നു. അത് ഒരു അനുഭവം. എന്ത് സംഭവിച്ചു ആ കേസിനെ പറ്റി? എടമലയാർ ഡാമിന്റെ കേസാണ്, അതിൽ നടത്തിയ അഴിമതി. അതല്ലെങ്കിൽ രണ്ടാമത് നടത്തിയ ഇത് MV ജയരാജൻ ജഡ്ജിമാരെ അധിക്ഷേപിച്ച കേസ്. അന്നും നമ്മൾ കണ്ടു, ഉമ്മൻചാണ്ടി ആയിരുന്നു അദ്ദേഹത്തിന് വലിയ വിപുലമായ സംവിധാനം ഇത് കൊടുത്തു. അവിടെ നല്ല സുഖവാസമായിരുന്നു MV ജയരാജന് ലഭിച്ചത്. പിന്നീട് നമ്മൾ പോകുമ്പോൾ കാണുന്നത് MM മണി ആശാൻ പറഞ്ഞു, വ്യക്തമായിട്ട് ഇത് നിങ്ങൾ കേൾക്കണം. മണിയാശാൻ പറയുകയുണ്ട്, ഞങ്ങൾ നിരത്തി നിർത്തി 1 2 3 പൊട്ടിച്ചു. ഉമ്മൻചാണ്ടി തന്നെ അന്ന് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കുറച്ച് 2 ദിവസം അവരെ ജയിലിൽ കൊണ്ടുവന്നാക്കുന്നു. അവര് തിരിച്ചു വരുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. കാരണം 2 ദിവസം ജയിലിൽ പോകാന്ന് പറഞ്ഞ സുഖവാസന, ഒരു ചേഞ്ച്. റിസോർട്ടിൽ പോകുന്നതിന് തുല്യാണ് ഈ ജയിലിൽ പോകാന്ന് പറയുന്നത്. തിരിച്ചു വരുന്ന ആരെങ്കിലും എന്തെങ്കിലും ഇതിനെപ്പറ്റി പിന്നീട് പറഞ്ഞോ? ഇനി 1 മാസം മുമ്പ് നമുക്കറിയാം, VD സതീശൻ അധികാരത്തിൽ കയറുന്നു. മോഡിജിനെയും അമിത്ഷായെയും കണ്ട് തിരിച്ച് തിരുവനന്തപുരത്ത് വരുന്നു. പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിൽ റെയ്ഡ് നടക്കുന്നു. വീണ വിജയന്റെ ഇത് നമുക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെ പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ ഉദാഹരണം പറഞ്ഞത്. പിണറായി വിജയൻ എന്തെങ്കിലും സംഭവിച്ചു? അതിനുശേഷം ആ വാർത്ത നിങ്ങൾ കേട്ടോ? ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ SIO എന്തോ അങ്ങനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ട് കരിമണൽ കർത്തയുടെ പേരിൽ നിന്നും മാസപ്പടി വാങ്ങിയതിനുള്ള ഈ പണം വാങ്ങിയിട്ട് എന്ത് സംഭവിച്ചു? വീണ വിജയനോ പിണറായി വിജയനോ എന്ത് സംഭവിച്ചു? 2 വർഷത്തോളമായി ഇവര് ഇലക്ഷന്റെ തലേദിവസം പറയും ഇപ്പൊ പിടിക്കും, നാളെ പിടിക്കും. നമ്മളെ എല്ലാം പൊട്ടന്മാരാക്കാണ്. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയം, ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. അപ്പൊ TG മോഹൻദാസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെറും ഒരു പുറമൂടിക്ക് മാത്രം ഈ കാണിക്കുന്ന ഒരു പ്രഹസനം. ഒരു പക്ഷെ VD സതീശൻ തന്നെ നേരിട്ട് TG മോഹൻദാസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ 1-2 പോലീസുകാരെ വിടുന്നുണ്ട്, അങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് 2-3 ദിവസം ഇത് കഴിയുമ്പോൾ ഇതൊക്കെ ജനങ്ങൾ മറക്കും. കാരണം ജനം മറക്കുക എന്നുള്ളത്, ഞാൻ പറഞ്ഞത് ഒരു 1 മാസം മുമ്പ് നടന്നതാണ്. പിണറായി വിജയന്റെ വീട്ടിൽ വലിയ റെയ്ഡ്, ED വരുന്നു, ഇപ്പൊ മറയ്ക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്, ഇനി അടുത്ത ഇലക്ഷന്റെ സമയത്ത് പറയും SIO അതേ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയല്ല, അതൊന്നും സംഭവിക്കില്ല. ഇതിപ്പ കുറച്ച് തീ കാണിച്ചു കൂട്ടുന്നത് നമ്മുടെ രാഷ്ട്രീയം അത്തരം മലിനസമാണ്. ഞാൻ പറയുന്നു, നിങ്ങളോട് ഉറപ്പ് പറയുന്നു, 2 ആഴ്ച കഴിയുമ്പോൾ TG മോഹൻദാസിന്റെ ഈ കേസ് നിങ്ങൾ ഓർത്തിരിയോ? TG മോഹൻദാസ് അത്ര വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത് അദ്ദേഹം പറഞ്ഞ ഭാഷ ഇത്തിരി മോശമായി പോയി. കാരണം സംസാര സ്വാതന്ത്ര്യത്തിന്റെ നിയന്ത്രണത്തിൽ വരുന്നത് നമ്മൾ പറയാൻ പാടില്ലാത്ത കേസാണ്. ഒന്ന്, അക്രമത്തിനും ഇങ്ങനെയുള്ള കൊലപാതകത്തിനും ആഹ്വാനം കൊടുക്കുക. രണ്ടാമത്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതിന് ബലാത്സംഗം ചെയ്യാനായിട്ട് ആഹ്വാനം കൊടുത്ത. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ വായിൽ നിന്നും എന്ത് വാക്കുപിഴവുകൊണ്ട് വന്നുപോയി. അത് പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഇത്. പക്ഷെ ഈ കേസൊക്കെ വെറും പ്രഹസനം മാത്രമാണ്.
അദ്ദേഹത്തെ പുറത്തിറക്കി കൊണ്ടുവരാൻ പോകുന്നത് VD സതീശൻ തന്നെയായിരിക്കും. അദ്ദേഹത്തിന് ശ്രീമാൻ വടാശ്ശേരി ഗംഗാധര സതീശൻ മേനോൻ തന്നെ TG മോഹൻദാസിനെ വെറുതെ വിടും. അതാണ് നമ്മൾ മുൻ ചരിത്രത്തിൽ നിന്നും ഇത്തരം കേസുകളെ പറ്റി നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ള വിവരം അതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ആരും അത്ര വലിയ പിണറായി വിജയന്റെ കേസ് എന്തായാലും നോക്കൂ, അതല്ലെങ്കിൽ മറ്റെല്ലാ ഇതുമായിട്ട്, അതായത് വെടിവെച്ച കൊന്ന കേസ്, ഞാൻ പറയുന്നത് കൊന്ന കേസ് അദ്ദേഹം തുറന്ന് പ്രസംഗത്തിൽ തുറന്ന സ്റ്റേഡിയത്തിൽ പറയണേ, MM മണി 1 2 3 ഞങ്ങൾ വെടിവെച്ചാ കൊന്നു. ആരാടാ? 2 ദിവസം ആ ജയിലിൽ പോയി, AC പോയി ഇരുന്നു, റിസോർട്ടിൽ പോയി തിരിച്ചു വന്നു. വേണമെങ്കിൽ, അതായത് രാഷ്ട്രീയ കൊലപാതകമായിട്ട് മനുഷ്യരെ കൊന്ന കണക്കാണ്. വേണമെങ്കിൽ അതിന്റെ പിന്നാലെ എവിടെ വെച്ചാ കൊന്നേ, എന്തിനാ കൊന്നേ എന്നും ചോദിച്ചാൽ അങ്ങോട്ട് പിടിച്ച് പോവാൻ ഉമ്മൻചാണ്ടിക്ക് പോയില്ല. അതാണ് നമ്മുടെ രാഷ്ട്രീയം. ഇത് ഞാനിപ്പോ ഇന്ന് നമ്മൾ പറയുന്ന സംഘീന്നോ ക്രിസംഗീന്നോ സുഡാപ്പിന്നോ കൊങ്ങീന്നോ കമ്മീന്നോ നിങ്ങൾ എന്ത് വേണമെങ്കിലും, അല്ലെങ്കിൽ മൂരിന്നോ ലീഗെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, ഇവരൊക്കെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ആൾക്കാരാണ്. ഇത് ഒരു കാരണവശാലും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം ഇതിൽ നിന്നൊന്നും പുറമേക്ക് ഇത് ചെയ്യാൻ പോകുന്നില്ല. അവരുടെ അത്ര സുഹൃത്തുക്കൾ ഭൂമിയിലില്ല. അപ്പൊ അത് മണ്ടന്മാരായിട്ട് ഇതിന്റെ പിന്നാലെ ഒരു ഫലം ഇല്ലാണ്ട്, അതായത് അവർക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ നല്ല ഫലം കിട്ടുന്നുണ്ട്, തൊഴിലായിട്ടോ പണമായിട്ടോ എന്തെങ്കിലും സംവിധാനങ്ങളായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ മറ്റുള്ള വ്യക്തികൾക്ക്, മറ്റുള്ള ഈ താഴെക്കിടയിലുള്ള അണികൾക്കൊന്നും ഇതിൽ നിന്നും ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, അതല്ലെങ്കിൽ വാസ്തവം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഉപസംഹരിക്കുന്ന സുഹൃത്തുക്കളെ. എല്ലാവർക്കും പ്രബുദ്ധത വരട്ടെ.